ആദ്യം പോലെ എടുക്കുന്ന എന്തൊക്കെ ചെയ്തിട്ട് എടുക്കുന്നത്? സീറ്റ് നേരെയാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തെ നിറവും ഈ നിറവും ശരിയാക്കുക. എന്നിട്ട് പിന്നെ ന്യൂട്രൽ ഉണ്ടാവണം ആദ്യം, അതാദ്യം നോക്കണം. എന്നിട്ട് സീറ്റ് വലിച്ചിടുക. എന്നിട്ട് നമ്മൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങോട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് ആ ഭാഗത്തോട്ട് സ്റ്റെയറിംഗ് തിരിക്കുക. തെറ്റുണ്ടെന്നെങ്കിൽ പിന്നെ നമ്മൾ മെല്ലനെ ബ്രേക്കിന്ന് കാലെടുക്കുക. ഇത് കുറച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മള് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എൻ്റെ ജില്ല നിങ്ങൾ ഏതാ കരുതേണ്ട, നിങ്ങളുടെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട്. പ്രായം നമുക്ക് പലരും നമ്മളെ ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് മടിപ്പിക്കുന്നവരുണ്ട്. വീട്ടുകാരാണെങ്കിലും നമ്മുടെ അയൽവക്കക്കാരാണെങ്കിലും നമ്മളെ മടിപ്പിക്കുന്നവരുണ്ട്. നമുക്ക് നല്ല പ്രായത്തിൽ പറ്റിയില്ല, ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് മടിപ്പിച്ചവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് പലർക്കും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല, ഇതുപോലെ വീഡിയോ എടുക്കുന്ന ഉദ്ദേശിച്ച് പറഞ്ഞ് മടി കാണിക്കും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വീഡിയോ പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ഇന്ന് വരെ എൻ്റെ താല്പര്യപ്രകാരം ഞാൻ ഒരാളെ വീഡിയോ എന്ത് ചെയ്തില്ല, ആരും എടുക്കുകയില്ല. കാരണം അവർ താല്പര്യപ്പെട്ട് പറയുന്നിടത്തെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്കൊരു ഇത് തോന്നിയത്, വിളിക്കണമെന്ന് തോന്നിയത്. കാരണം അവർ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടൊരു ഇത് തോന്നി, ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ഇപ്പം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ വണ്ടി വന്ന് ഓടിക്കുമ്പം ഞങ്ങൾക്കും തോന്നും, കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട്, കാരണം ഇതുപോലെ ആർക്കൊരു ഉപകാരമാണെങ്കിൽ, കാരണം മറ്റുള്ളവരും കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഓടിക്കുന്ന കണ്ടിട്ട് അവർക്കും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാണെങ്കിൽ ഉപകാരം എവിടെയാണെന്നുണ്ട് എടുത്തോളാൻ പറയും. അങ്ങനെ അല്ലാതെ പറയാനുള്ള ഞാൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, അങ്ങോട്ട് താല്പര്യപ്പെട്ട് വീഡിയോ പിടിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ഇടാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തില്ല, ആരുടെ വീഡിയോ ഞാൻ എടുക്കാൻ നിൽക്കാം. ലൈസൻസ് എടുത്ത് എത്രമായി? ഒരു വർഷം. പേരെന്താ? സെറീന. എത്ര വയസ്സാണെന്ന് പറഞ്ഞേ? 57. അതിനാ വണ്ടി ഓടിക്കുന്ന വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞേ? കുട്ടികൾക്ക് കാണാനാ? മക്കള് യുകെയിലുണ്ട്. യുകെയില്? ഒരാള് യുകെയില്, ഒരാള് ഖത്തർ, ഒരാള് ദുബൈയില്. 3 മക്കളല്ലേ? അല്ല 4 ഉണ്ട്. ഒരാൾ ഇവിടെ ബിസിനസ് എടുത്തത്, അതാണ് ഇപ്പം ബോംബെന്ന് വന്നിട്ട് എത്രയെന്ന് പറഞ്ഞു. 4 മക്കളുണ്ട്. 4 ആൺകുട്ടികൾ. അവർക്ക് കാണാൻ വേണ്ടി അവർ പറഞ്ഞിട്ട് കൊടുക്കണം. അവരും കാണണം. പിന്നെ എന്റെ കൂടെ പഠിച്ച കുട്ടികള് ഒന്ന് സെറിൻത്ത് എടുക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാൽ, എങ്ങനെയാന്നുള്ള നിങ്ങളെ മാസ്റ്റർ ക്ലാസ് കണ്ടാല് അവർക്കും വരണം എന്ന് പറയുന്നുണ്ട്. പഠിക്കണം. വെറുതെ ഇതുപോലെ ആരെങ്കിലും കൂടെ ഒന്നിച്ചിങ്ങനെ വെറുതെ പോവും, പിന്നെ വീട്ടിൽ കൊണ്ടുവെക്കും, അങ്ങനെയാന്ന്. അപ്പൊ അവർക്ക് ഒരു ഇത് അവര് പറയാ, നിങ്ങളെടുത്ത് കണ്ടാല്, ഞാൻ ഇങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ ഇങ്ങനെ ഒരു മാസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാനിങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ, എന്നാ പിന്നെ നിങ്ങൾ ഇറ്റാദ്യം എടുത്തിട്ട് കാണിക്ക്, നമുക്കൊക്കെ ഇങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ട്. കാണുകയാണെങ്കിൽ മെയിൻ എനിക്ക് കുട്ടികളെ കാണിക്കാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ ഇരിക്കാൻ പോലും എനിക്ക് പേടിയാ. എത്രയോ വർഷമായി ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിൽ വരെ യാത്ര ചെയ്തു. പക്ഷെ എനിക്ക് പേടിയാ, ഭയങ്കര പേടിയാ. വണ്ടിയിൽ ഇപ്പം മുട്ടും ഇങ്ങനെ പറയല്ലേ ഞാന്. അപ്പൊ ആരും വിടില്ല. അപ്പൊ ഇവര് പറയൂ, നീ കേറിയിരുന്നോ, ഞാൻ സ്റ്റിയറിംഗ് ഡെയിലി തരാന്ന് പറഞ്ഞു. മക്കളും പേടിയാന്ന് ഭയങ്കര. അങ്ങനെയാന്ന് കൊണ്ടുപോയി ചേർത്തത് ഇപ്പൊ കുറച്ചൊരു. പക്ഷെ ഇതെന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. യൂട്യൂബ് കണ്ടാണ് വിളിച്ചല്ലേ? ടൂ വീലർ എടുക്കുന്നുണ്ട് എല്ലാരും. വണ്ടി ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. എന്നോട് കുറെ നിർബന്ധിച്ചു, നീ 2 വീലർ എടുത്തോ. അവിടുന്ന് മാസ്റ്റർ. ഞാൻ പറഞ്ഞു ഇത് തീർന്നിട്ടില്ല, എന്നിട്ട് ഇനി 2 വീലറും പോകുന്നു. എടുക്കുമ്പോ 2 എടുക്കണം. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ മോനും പറഞ്ഞ് വേണ്ട ഉമ്മ വീണിട്ടായിട്ടുണ്ട്, പിന്നെ ഉമ്മ തീരെ വണ്ടി തൊടൂല, അതുകൊണ്ട് 2 വീലർ എടുക്കണ്ട. ഉമ്മാക്ക് പേടിയാ. മോറി നീ എടുക്കൂല, നീ വണ്ടി എടുക്കാൻ എനിക്ക് പറ്റൂല. ഇനി ഉമ്മ എന്താ പറയുമ്മ? വണ്ടി എടുക്കുന്ന പറയാൻ പറ്റുമോ? പഠിച്ചിട്ട് മൂലക്ക് വെച്ചിട്ടുണ്ട് വണ്ടി. ആ ഒരിക്കൽ ഗേറ്റിനേറ്റ തട്ടിയിട്ട് ഹസ്ബൻഡ് ചീത്ത പറഞ്ഞു, അതിൽ പിന്നെ എടുത്തിട്ടില്ല.
പാവം വണ്ടി പിന്നെ എടുത്തിട്ടില്ല. ആ പേടിച്ചു പോയി. ഇങ്ങനെ ഞാനിപ്പോ എടുക്കുന്നുണ്ട്, ഇനിയിപ്പം വരും, അവരെല്ലാരും എടുക്കാൻ തുടങ്ങും. കാരണം ഞാൻ വീട്ടിൽ ഏറ്റവും പേടിയുള്ള ആള് ഞാനാ. അപ്പൊ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന കള്ളല്ലെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെ ഒരാളെ സംസാരത്തില് നമുക്ക് കളവ് കണ്ടുപിടിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ടേ ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ആ വീഡിയോ ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? എല്ലാരും പറഞ്ഞു ഈ പ്രായത്തിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞോ ഡ്രൈവിംഗ്? ഇത് വേഗം ഒന്നും പഠിക്കൂല എന്നുള്ള ഒരു ഇത് വന്നിന്ന് നമ്മളില്ലാത്തപ്പോ പറഞ്ഞെന്ന് പറഞ്ഞില്ല. പഠിച്ചാലും അത് എടുക്കലൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അവർക്ക്. അപ്പൊ നമുക്ക് രണ്ടാക്കും വാശിയാന്ന്. നമ്മൾ പറഞ്ഞ നമുക്ക് രണ്ടാക്കും എടുത്തിട്ട് കാണിക്കണം ഇവരാന്ന്. വണ്ടി എടുക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നുണ്ടാ? അറിയാത്ത ആൾ എടുക്കുന്ന പോലെ ഒന്നുമില്ലല്ലോ. ഇല്ല, വീഡിയോ എടുക്കണം എന്നല്ലേ കുട്ടികൾക്ക് മനസ്സിലാവും. അല്ല, വീഡിയോ എടുക്കുകയാണെങ്കിൽ മക്കൾക്കും മനസ്സിലാവും. പക്ഷെ എന്നോട് ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞവരെ മാത്രം ഞാൻ പറഞ്ഞെടുക്കത്തുള്ളൂ. കാരണം പലരും ഈ പഠിക്കണം എന്ന് ആഗ്രഹം കാണും, പക്ഷെ ഇതുപോലെ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് മടി കാണും വിളിക്കാൻ. മനസ്സിലായി? അല്ല, അത് പറഞ്ഞാൽ മതിയല്ലോ സാറ്. അതില് അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതി വീഡിയോ എടുക്കാറില്ല, അത് പറയുന്നവർക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന്. അപ്പൊ അവർക്ക് എന്തായാലും ഇതായില്ലേ? അപ്പൊ അത് എപ്പോ യൂട്യൂബ് പറയുമ്പോ അത് പറഞ്ഞാൽ മതി. ഒന്ന് രണ്ട് വീഡിയോ ഞാനത് പറയുന്നുണ്ട്. ഈ നാട്ടിലെ ചിലവർക്ക് ഇഷ്ടപ്പെടൂല കേട്ടോ. ഇവിടെ പുരുഷന്മാരെ പഠിപ്പിക്കുന്നതിന് പോലെ എതിരാ, എടുക്കാൻ വിടൂല. ഇവിടെ ഇപ്പൊ ഉഷാറായിപ്പോയി. ഇപ്പം കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞാല് അയ്യോ നീ ആണുങ്ങളെ കൂടെ പഠിക്കാൻ പോകുന്നുള്ള ഒരു ഇതാണ് മുമ്പല്ലോ. പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കോൺഫിഡൻസ് തോന്നിയതും കഥയാണ് സത്യം. എനിക്കൊക്കെ തോന്നിയത് ഈ വീഡിയോ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഈ സ്ഥലത്തിന്റെ പേരെന്ന് മന്ന എന്ന് പറയും. മന്ന, തളിപ്പറമ്പോ? കണ്ണൂർ ജില്ലയിലല്ലേ? കണ്ണൂരങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാ? ഇതൊക്കെയാ പേടിയില്ലേ? ഇങ്ങനെയുള്ള റോഡൊക്കെ പേടി. അങ്ങനൊരു വണ്ടി വന്നാലും അപ്പൊ പിന്നെ ഞാൻ സൈഡിൽ എവിടെ നിന്ന് ആ ഇറക്കത്തിനും പേടിയാ. ലെഫ്റ്റിലാ പോണ്ടത്, അങ്ങോട്ടേക്കാ പോണ്ടത്. നമുക്കിനി ആ റോഡൊന്ന് നോക്കണേ. നമ്മുടെ വീടിന്റെ അവിടെ ഇറക്കം കയറ്റൊക്കെ ചെയ്യുന്നതാണോ? ഇവിടെ പ്രശ്നമുണ്ട് എനിക്ക്. റൈറ്റിലോട്ടാ പോണ്ടേ? മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞേ? നിങ്ങളുടെ ഭാഷയായിട്ട് എനിക്ക് ഭയങ്കര എന്ത് എന്താ പറയാ സ്ഥലം ഏതാ? ഇത് സർസൈദ് കോളി, തളിപ്പറമ്പ്, കരിമ്പം എന്ന് പറയും. കരിമ്പോ? വേളിപ്പറ ഇതിന്റെ ശരിക്കും പേര് വേളിപ്പറ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കരിമ്പെന്ന് വന്നേ. നമ്മള് വന്നത് ഇപ്പൊ അങ്ങോട്ട് സർസൈദ് കോളേജിന്റെ അടുത്താണ് എന്റെ ഇത്. ഇതിന്റെ മുകളിലോട്ട് പോയാ അവിടെ വളക്കാൻ പറ്റുന്ന നമുക്കൊരു കട്ടക്കാമ്പ് അടിച്ചാലോ? ഞാൻ വേഗം ഉണ്ടാക്കാം.